നമസ്കാരം. പണ്ട് അന്തരിച്ച പ്രശസ്ത നടൻ ഇന്നസെന്റ് ഒരു സിനിമയിൽ പറയുന്നത് പോലെ വയറ്റിലുണ്ടാക്കിയ ആളിന്റെ പേരും മേലുല്ലാസവും അച്ചടിക്കുന്ന പത്രങ്ങൾ. അത് നമ്മുടെ അച്ചടി മാധ്യമങ്ങളെ കുറിച്ച് അന്നത്തെ സിനിമയിൽ പ്രതിപാദിച്ചതാണ്. പക്ഷേ ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ന്യൂസ് ചാനലുകൾ അവതരിപ്പിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യുവ MLA പീഡന പരാതി. ഇന്നും അതിനൊരു മാറ്റവും വന്നിട്ടില്ല. മലയാളികൾ ഇന്നും ഇക്കിളി കഥകൾ മാത്രം കേൾക്കാൻ കൊതിക്കുന്നു. പാഡ്സ് കഫേയിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും. പാലക്കാടിന്റെ യുവ MLA ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു. കഴിഞ്ഞ റിപ്പോർട്ടർ ചാനലാണ് ഈ വലിയ ലോഹ അസാധ്യമായ വാർത്ത പുറത്തു കൊണ്ടുവന്നു തോന്നുന്നു. അവരാണ് ഈ പീഡന കഥകൾ, അണിയറ കിടപ്പറ കഥകൾ വളരെ പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കാൻ വളരെ മിടുക്കന്മാരാണ് അവരുടെ ഈ റിപ്പോർട്ടർമാരെല്ലാം. അതിൽ പ്രത്യേകിച്ച് ഈ അവരുടെ ഫ്ലോറിൽ നിൽക്കുന്ന ഒരു അമേര ശിരസ്കൻ, അദ്ദേഹത്തെ അങ്ങനെ തന്നെ വിളിക്കേണ്ടി വരും. ഈ മഞ്ഞപ്പത്രങ്ങൾ തോറ്റുപോകും ഇവരുടെ റിപ്പോർട്ടിംഗ് രീതി കണ്ടു കഴിഞ്ഞാൽ. അവരുടെ പല വാർത്തകളിലും പറയുന്നത് അവർ പീഡനം, ഗർഭിണിയാന്ന് അറിഞ്ഞിട്ടും പീഡിപ്പിച്ചു. ഇതെല്ലാം ഇവരോട് ഈ പീഡനത്തിന് ഇരയായ സ്ത്രീ അല്ലെങ്കിൽ യുവതി ഒന്ന് പറഞ്ഞു എന്ന് പറയുന്നതാണ്. പക്ഷെ ഇതിന്റെ വേറൊരു അറിയാത്തൊരു കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇതിൽ എന്താണ് നടക്കുന്നതെന്ന് ചില സംശയങ്ങളുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് മുഖ്യമന്ത്രിക്ക്, ലോകത്ത് എന്താ പറയുക, കേരളത്തിലെ പീഡനത്തിനിരയായവരെല്ലാം നേരിട്ട് മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ പീഡനത്തിനിരയായവരുടെ പരാതി സ്വീകരിക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്നതെന്ന് തോന്നും ഇവരുടെ ഇത് അവതരണം കേട്ടാൽ. സാധാരണ ഒരു പീഡനത്തിന് ഇരയായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു മാനഭംഗത്തിന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അബ്യൂസിങ്ങിന് ഇരയായി കഴിഞ്ഞാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനാണ് സാധാരണ പരാതി കൊടുക്കുന്നത്. ഇദ്ദേഹം MLA ആയതുകൊണ്ടും വാർത്താ പ്രാധാന്യം നേടാൻ താല്പര്യമുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി കൊടുക്കുന്നത്. അതെന്തോ ആകട്ടെ, മുഖ്യമന്ത്രി പരാതി സ്വീകരിക്കുകയും ഇദ്ദേഹത്തിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുകയൊക്കെ ചെയ്തിരിക്കുന്നു. പക്ഷെ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ്. വിവാഹ വാഗ്ദാനം നൽകി അനവധി തവണ പീഡിപ്പിച്ചു. വിവാഹ വാഗ്ദാനം നൽകിയാൽ പിന്നെ എങ്ങനെയാണ് പീഡനത്തിനാവുന്നത്? മനസ്സിലാവാത്തൊരു കാര്യം, ഒരാൾ വിവാഹ വാഗ്ദാനം നൽകിയാൽ ഉടനെ പീഡനത്തിന് സമ്മതിച്ചു കൊടുക്കുകയാണോ ഒരു സ്ത്രീ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഈ പറയുന്ന പ്രകാരം അവർ അഭ്യസ്തവിദ്യയായ ഒരു യുവതിയാണ്, ഒരു യുവ MLA. അദ്ദേഹം പോകുന്ന ഉയരങ്ങളുണ്ട്. അത് മനഃപൂർവ്വം മനസ്സിലാക്കി കണ്ടുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കുകയും, അല്ലെങ്കിൽ ഒരു യുവ രാഷ്ട്രീയക്കാരൻ MLA ആവുന്നതിന് മുമ്പ് കേരളത്തിലെ പ്രശസ്തമായ ചാനലുകളിൽ വന്ന് തന്റെ പാർട്ടിയുടെ ഭാഗം ന്യായീകരിക്കുന്ന വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ. അദ്ദേഹത്തിന് പോകാവുന്ന ഉയരങ്ങൾ കണ്ട് അദ്ദേഹമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പരസ്പര സമ്മതത്തോടെ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയുമാണ് ഇവർ ചെയ്തത്. പക്ഷെ അതിലെവിടെയാണ് പീഡനം നടന്നിരിക്കുന്നത്? അതിൽ ആ വാഗ്ദാനത്തിൽ പിന്മാറി കഴിഞ്ഞാൽ അത് ആകുന്നത് വിശ്വാസവഞ്ചനയാണ്. അതിലെവിടെയാണ് പീഡനം നടന്നിട്ടുള്ളത്? രണ്ടാമത്തെ ഒരു കാര്യം, ഇവർ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന ഈ സമയത്ത് ഒരു പ്രാവശ്യമാണെങ്കിൽ അത് പീഡനം. കേരളത്തിലെ മാധ്യമങ്ങൾ അവരെ പേരിട്ട് വിളിക്കുന്ന അതിജീവിത എന്നാണ്. എങ്ങനെയാണ് അവരെ അതിജീവിത എന്ന് വിളിക്കാൻ കഴിയുന്നത്? ഇപ്പോ നമ്മുടെ ഡൽഹിയിൽ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടി, അവരാണ് യഥാർത്ഥ അതിജീവിത, അല്ലെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ പീഡനത്തിനിരയായത്. ഒരു അപ്രതീക്ഷിതമായ ഒരു സമയത്ത് അപ്രതീക്ഷിതമായി കുറച്ച് ആൾക്കാർ അവരെ ആക്രമിക്കുകയും അവരെ മാനഭംഗത്തിനിരയാക്കുകയും അതിൽ പരിക്കേറ്റ് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അവരല്ലേ അതിജീവിത, അല്ലെങ്കിൽ അവരല്ലേ പീഡനത്തിനിരയാകുന്നത്? സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് അവരുമായിട്ട് ഉഭയസമ്മതത്തോടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അവർ പിറ്റേന്ന് വീട്ടിൽ പോകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും പീഡനത്തിന് ഇരയാവാൻ നിന്നു കൊടുക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ഭാരതീയ നിയമസംഹിത, അതിൻ്റെ ഇപ്പോൾ പരിഷ്കരിച്ചിട്ട് പോലും ശരിയാണ്, സ്ത്രീകൾക്ക് അനുകൂലമാണ് പല വിധികളും, പല കോടതി വിധികളും, അല്ലെങ്കിൽ നമ്മുടെ പല നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലം തന്നെയാണ്. പക്ഷെ ഇതിന്റെ മറവിൽ നടക്കുന്ന പുരുഷ പീഡനം, നമ്മുടെ ചാനലുകളിൽ വരുന്ന മസാല കഥകൾ, എന്ത് രസത്തോടെയാണ് മലയാളികൾ മസാല കഥകൾ ആസ്വദിക്കുന്നത്. 70 കഴിഞ്ഞ ഒരു വൃദ്ധൻ, അദ്ദേഹം കേരളത്തിന്റെ പരമോന്നതമായ മുഖ്യമന്ത്രി ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു സ്വകാര്യ വീഡിയോ, അല്ലെങ്കിൽ അശ്ലീല വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് കോയമ്പത്തൂർ ലൈവ് കാണിച്ച മാധ്യമങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മലയാളിക്ക് ഇക്കിളി കഥകൾ ഒരിക്കലും പുതുമയുള്ളതെന്ന് തോന്നും. അവർക്ക് കേൾക്കാനും ഇക്കിളികൾ പറയാനും മലയാളിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇക്കിളി കഥകൾ ലോകത്ത് മറ്റെന്തെല്ലാം സംഭവിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അവളെ ഗർഭിണിയാക്കിയത് മാത്രമാണോ വാർത്ത? ലോകത്ത് പലയിടത്തും വലിയ ഇന്തോനേഷ്യയിൽ വലിയ കെട്ടിടങ്ങൾ തീപിടിക്കുന്നു, അവിടെ നിരവധി പേർ ബന്ധുവരിക്കുന്നു, അത് വാർത്തയാകുന്നില്ല. എന്തുകൊണ്ടും അത് വാർത്തയാകുന്നില്ല. ലണ്ടനിലെ ചാൾസ് രാജാവ് കോപിക്കുന്നു, അത് വാർത്തയാകുന്നില്ല.
എന്തുകൊണ്ട് ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് ഇക്കിളി കഥ മാത്രം മലയാള മാധ്യമങ്ങൾ മലയാളിക്ക് മുമ്പിൽ വയ്ക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ മലയാളി അതാണ് ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു. പക്ഷെ ഇത് ക്ഷമയുടെ എല്ലാ നെല്ലിപ്പലക കടന്നിരിക്കുന്ന അവസ്ഥയാണ്. ഓർത്ത് നോക്കൂ, ഒരു പുരുഷൻ, അയാൾ ആരും ആയിക്കോട്ടെ, അയാളെ പേരിൽ ഒരാൾ ഒരു പരാതി കൊടുക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹത്തിന് ന്യായീകരിക്കുന്നതല്ല. അദ്ദേഹത്തിന് ഒരു പരാതി കൊടുക്കുന്നു. അവർ രണ്ടുപേര് ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. അതിൽ നിന്നും ഒരാൾ പിന്മാറിക്കഴിഞ്ഞാൽ, ഒരു കക്ഷി പിന്മാറിക്കഴിഞ്ഞാൽ അത് വിശ്വാസവഞ്ചനയാണ്. അതെങ്ങനെയാണ് പീഡനത്തിന്റെ പരിധിയിൽ വരുന്നത്? നമ്മുടെ നിയമസംഹിത ഇനിയും ഒരു ചോദ്യചിഹ്നം പോലെ മാറുകയും നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മീഡിയകൾ എന്ന് പറയുന്ന കഴുകന്മാരെ പോലെ ഇരയെ കൊത്തിവലിക്കാനിരിക്കുന്ന കഴുകന്മാരെ പോലെ ഇരിക്കുന്ന മാധ്യമങ്ങൾ, ഇവരാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലെങ്കിൽ മലയാളത്തിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഇവരാണ്. അല്ലെങ്കിൽ എന്തെല്ലാം അഴിമതി കഥയിലൂടെ കടന്നു പോകുന്ന ഒരു സർക്കാരിനെതിരെ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു മസാല കഥ ഏതെങ്കിലും ഒരു സ്ത്രീ ഇറക്കി, അതൊരു ഒരു വലിയ കഥയാണ്. സരിത എസ് നായർ, പിന്നെ എന്താണ് അതിനുശേഷം വന്ന സ്വർണ്ണക്കടത്തിൽ, ഇവരെല്ലാം ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ ഇവിടുന്നെങ്കിലും പ്രത്യക്ഷപ്പെടുന്ന കുറെ പെണ്ണുങ്ങൾ, അവരുടെ അനുകൂലമായിട്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുക. ഇതെന്തോ ലോകത്ത് അവസാനിക്കാത്ത എന്തോ പിന്നെ വലിയ വാർത്തയാണെന്ന് വിശ്വസിച്ച് അതിന് പിറകെ പോകുന്ന മാധ്യമങ്ങളും അവരാണ് ഒരുപക്ഷെ ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധർ, ഏറ്റവും വലിയ ജനാധിപത്യ രോഗികൾ. അപ്പോൾ പാരസ്യത്തിൽ വീണ്ടും കാണാം ചൂടുള്ള ചായക്കൊപ്പം.